ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കീരിയും പാമ്പുമായിരുന്ന അനുവും അക്ബറും ഇപ്പോൾ വീണ്ടും ചെറിയ രീതിയിൽ ഒരു ചർച്ചയായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ അക്ബർ ഖാൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് നമ്മുടെ ബസ്സിൽ ആ ഒരു പീഡന പരാതിയിൽ നിന്ന് സൂയിസൈഡ് ചെയ്ത നമ്മുടെ ദീപകിൻ്റെ ആ ഒരു പെൺകുട്ടിക്കെതിരെ ചെയ്ത ഒരു വീഡിയോ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ അക്ബർ പറയുന്ന, സത്യം പറഞ്ഞാൽ ആ ദീപക് അനുഭവിച്ച ആ മനോവ്യത അത് തനിക്ക് മനസ്സിലാവും, താനും അങ്ങനെ ഒരു കാര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്നാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ അക്ബറിനെതിരെ ചില അലിഗേഷൻസ് ഒക്കെ നമ്മുടെ ആ പാവ ടാസ്കിലൊക്കെ, അപ്പം അനു പറഞ്ഞ ആ അലിഗേഷനെതിരെയാണ്, അതിനെക്കുറിച്ചാണ് അക്ബർ സംസാരിച്ചത്. അപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, നീ ബിഗ് ബോസ് ചെയ്തത് നമ്മൾ കണ്ടതാണ്, നീ ഇതിൻ്റെ ഇടയിൽ കൂടി വെളുപ്പിക്കാൻ വരണ്ട, അത് ബിഗ് ബോസ് ഷോ അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് വീഡിയോസും കണ്ടു. ഇപ്പം ഇത് പറയാൻ എന്താണ് ആവശ്യം, അതിൻ്റെ ഇടയിൽ കൂടെ വെളുപ്പിക്കാൻ വരികയാണെന്നൊക്കെ പറയും. പക്ഷേ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ അക്ബർ പറഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ അനുവിൻ്റെ നെഗറ്റീവ് പറയാനല്ല, അനുവിനെ കുറ്റം പറയാനോ അല്ല വന്നത്. അതൊരു ഗെയിം ഷോയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം, ഗെയിം ഷോ തന്നെയാണ്. പക്ഷെ ആ ഗെയിം ഷോ വെച്ച് നമ്മൾ പ്രേക്ഷകർ പലപ്പോഴും അതൊരു ഗെയിം ഷോ ആണെന്ന് മറന്നു പോകാറുണ്ട്, അല്ലേ? നമ്മൾ കണ്ടസ്റ്റൻസിനോട് പറയുന്നു അതൊരു ഗെയിം ഷോ ആണ്, അതിൽ നടക്കുന്നതൊക്കെ അവിടെ വിടണം, അല്ലെങ്കിൽ അതിൽ നടക്കുന്നതൊക്കെ ആ ഗെയിം സ്പിരിറ്റിൽ എടുക്കാവൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രേക്ഷകർ ആ ഗെയിം സ്പിരിറ്റിൽ തന്നെയാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നടന്നതെല്ലാം അവിടെ വിട്ടിട്ട് ആണോ നമ്മൾ മുമ്പോട്ട് പോകുന്നതെന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച്. ശരിക്കും പറഞ്ഞാൽ അത് ആ ഷോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് അങ്ങനെ മോശമായി പെരുമാറിയൊരു വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വിഷയം വന്ന വ്യക്തി, അവർ പുറത്തിറങ്ങി അവരുടെ ഓരോ പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഓരോ കാലം അതിൻ്റെ അടി വരുന്ന കമൻറ്റ് കണ്ടാൽ നമ്മൾ പ്രേക്ഷകർ അതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഗെയിം ഷോ ആയിട്ട് എടുക്കുന്നില്ല. വീണ്ടും അതിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവർക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹെയ്റ്റ് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പം പ്രേക്ഷകരായ നമുക്ക് അത് ഗെയിം ഷോ ആയിട്ടെടുത്ത്, ഞാൻ എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഗെയിം ഷോ ആയിട്ടാണ് കാണുന്നത്. കാരണം അവരെ പേഴ്സണലി ഒരു വൈരാഗ്യം വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അതിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അവർ അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയാണല്ലോ എന്നൊക്കെ സംസാരിക്കുക പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും അതിൽ വെച്ചൊരു സംഭവം വെച്ച് അവരെ വിലയിരുത്തി അവർക്കെതിരെ ഹെയ്റ്റ് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സീസണിൻ്റെ അകത്ത്, ഷോയുടെ അകത്ത് എനിക്ക് അക്ബറിനെ ശരിക്കും പറഞ്ഞാൽ അക്ബറെ നെഗറ്റീവായിട്ട് തന്നെ അക്ബർ ഒരുപാട് കാര്യങ്ങൾ, മുള്ളിയും ഗ്യാങ്ങിൻ്റെ തലവൻ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് എല്ലാം എതിരെ ചെയ്തിട്ടുണ്ട്. അക്ബറിനെതിരെയൊക്കെ നമ്മൾ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച സംഭവത്തിലൊക്കെ ഒരുപാട് സംസാരിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവരെല്ലാവരും പുറത്തിറങ്ങി അവരവരുടേതായി ഇരിക്കുന്നു. ഇപ്പം അത് പറഞ്ഞുകൊണ്ട് അക്ബർ ഒരു നല്ല കാര്യം പറയാം, അല്ലെങ്കിൽ അക്ബറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഹെയ്റ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ അതുപോലെ തന്നെയാണ് ആ കണ്ടസ്റ്റൻസ് തമ്മിലും അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങൾ വെച്ച് മനസ്സിൽ വിഷമം ഇപ്പോഴും പോകാത്ത കണ്ടസ്റ്റൻസ് ഉണ്ട്. അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബർ ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പ്രേക്ഷകർക്ക് കേൾക്കുന്നവർക്ക് പറയാം, അതിപ്പോൾ അതിൻ്റെ ഇടയിലൂടെ വെളുപ്പിക്കാവുന്നതാണ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കി, അങ്ങനെ ഒരു ടാസ്കിൽ ഓക്കെ, അത് മുൻപിലെ അനുവാണ് നിൽക്കുന്നത്, അനു കുറച്ച് ചെറുതാണ്, അക്ബർ ആണെങ്കിൽ വലിപ്പം കൂടുതലാണ്. അപ്പോൾ പുറകിൽ നിന്ന് അതിൽ കൂടെ പാവയുടെ പാർട്സ് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് മുമ്പിലേക്ക് അവരടിപിടി കൂടി അല്ലെങ്കിൽ മുമ്പിലേക്ക് പുഷ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ തട്ടുന്നു, അങ്ങനെയുള്ള പല സംഭവങ്ങളുടെ ഫലമായിട്ടാണ് അവിടെ ആ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അനു ആണെങ്കിലും അതിന് റിയാക്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞത് അനുവിന് അപ്പം തോന്നിയ ഫീലിലാണ്. മനഃപൂർവ്വം ഇപ്പം അക്ബറെ ഒരു മോശക്കാരനാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊന്നും പറയും, അനുവിന് അപ്പം അങ്ങനെയാണ് ആ ഒരു ഫീലിങ്സ് ഉണ്ട്, അനു അങ്ങനെ പറഞ്ഞു. പക്ഷേ അക്ബർ ഒരു പക്ഷേ അങ്ങനെയൊന്നും ആലോചിച്ചുകൊണ്ട് ചെയ്തല്ല, ഈ ആ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ ആ ഒരു കളീൻ്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ട് അക്ബറിനത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും. അതൊരു ചെറിയ അലിഗേഷൻ അല്ലല്ലോ, കാരണം അവിടെ തന്നെ അതിൻ്റെ പുറമേ നമ്മൾ ഈ സംഭവത്തിൽ കമൻറ്റ് ബോക്സുകളിലൊക്കെ അക്ബറിന് പിന്നെ ഒരു പേരും കൂടെ വീണായിരുന്നു, ജാക്കി അക്ബർ. ഞാൻ അങ്ങനെ പറയല്ല, അങ്ങനെയുള്ള പേരിട്ട് വിളിക്കുന്ന എന്തെല്ലാം കമൻറ്റുകളായിരുന്നു അക്ബറിനെതിരെ വന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ബസ്സിൽ നിൽക്കുന്ന അനു അറിഞ്ഞോ അറിയാതെ അനുവിൻ്റെ വായിന്ന് ബസ്സിൽ നിൽക്കുന്ന പോലെ എന്നൊക്കെ വന്നു പോകും. ആ ഒരു സംഭവമൊക്കെ അത് പിന്നെ ലാലേട്ടൻ വീക്കെൻഡിൽ ചോദിക്കുകയും ചെയ്തതാണല്ലോ. അപ്പോൾ അത് പരസ്പരം അവരങ്ങോട്ട് അനു അക്ബറിനോട് മാപ്പ് പറഞ്ഞാണ്. അതെല്ലാം
സോൾവ് ആക്കിയതാണ്. പക്ഷെ അക്ബറിന്റെ മനസ്സിൽ അന്ന് നല്ല വേദന ഉണ്ടായിട്ടുണ്ടാവാം. അക്ബർ അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അക്ബർ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും എല്ലാവരും ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തിട്ടുണ്ട്. പാട്ടിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ ബുള്ളി ചെയ്തിട്ടുണ്ട്. അക്ബർ എല്ലാവരും നന്നായി അനുവിനെയൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ ഗെയിം ഷോ തന്നെ അങ്ങനെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിപ്പിച്ചും ആറ്റിറ്റ്യൂഡ് ലൂസാക്കി മാനസിക സംഘർഷണത്തിലാക്കി ഓരോരുത്തരെ ഔട്ടാക്കാനും ഡൗൺ ആക്കാനും ഒക്കെയാണ് നോക്കുന്നത്. അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം ഒരുപക്ഷെ അക്ബറിന്റെ മനസ്സിൽ ഒരു വേദനയായിട്ട് കിടക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ്, കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ആരോപിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് അല്ലല്ലോ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല, ഓരോ പേരൊക്കെ ഇട്ട് വിളിച്ച് അങ്ങ് പോകും. പക്ഷെ അത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു, ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണേന്ന് പുറത്തിറങ്ങി വരുമ്പോഴും അത് കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ അവരുടെ വൈഫും അല്ല അവരൊക്കെ സംസാരിക്കുമ്പം അത് കൂടുതൽ വിഷമമൊക്കെ. അപ്പം ഇങ്ങനൊരു സംഭവം കേൾക്കുമ്പം അത് തനിക്കെതിരെ വന്ന ആരോപണം അത് സ്വാഭാവികമായിട്ടും അക്ബറിന് അങ്ങനെ തോന്നാം. അതുകൊണ്ട് തന്നെ അക്ബർ ആ ഒരു വീഡിയോ ഇട്ടതിൽ എനിക്ക് ഒരു ഇതും തോന്നിയില്ല. കാരണം അക്ബറിന്റെ ആ വിഷമമാണ് പറഞ്ഞത്. അനുവിനെ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. അങ്ങനെ ഒരു ഷോയിലൊക്കെ അങ്ങനെ സംസാരിക്കുക സ്വാഭാവികമായിട്ട്. പക്ഷെ അങ്ങനെ ഒരു വിഷമത്തിലൂടെയാണ് ദീപകം കടന്നു പോയെന്ന് ആണ് പുള്ളി ഉദ്ദേശിച്ചത്. പിന്നെ ഒരു പക്ഷേ അങ്ങനെ തന്നെ ആരോപിച്ചാൽ അനുവിനോട് ദേഷ്യവും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതൊക്കെ പ്രശ്നമില്ലാതെ പോട്ടെ. പക്ഷെ ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ അക്ബർ അത് ഓർത്തതാവാം, അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാവും. ആ വീഡിയോയ്ക്കിടയിലും ഇപ്പം വീണ്ടും ഒരുപാട് ഹേറ്റ് കമന്റുകൾ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അവര് ഉള്ളിൽ കീരിയും പാമ്പുമായിരുന്നെന്ന് നമുക്കറിയാം. അങ്ങോട്ട് പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിൽ അക്ബറിന് വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പം ആ വീഡിയോയ്ക്കിടയിലുള്ള കമന്റും കണ്ടപ്പം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.